എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിവ്യൂ ചെറുതായിട്ട്, യെസ്, അതായത് ഡീകോഡിംഗ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. റിവ്യൂ ആണെന്ന് ചോദിച്ചാൽ റിവ്യൂ എന്ന് പറയാം. റിവ്യൂ. യെസ്, എബ്രഹാം മോസ്ലറിൻ്റെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചെയ്തു ഇട്ട ഉടനെ അതിന് കോപ്പിറൈറ്റ് കിട്ടി. സന്തോഷമായി എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്ട്, അതായത് ഇതിൻ്റെ റിയാക്ഷൻ്റെ സമയത്ത് അതിൽ ഡെവിൾസ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഡയലോഗ് അത് മമ്മൂക്കയാണ് പറഞ്ഞത് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. സത്യമായിട്ട് നമ്മൾ കമന്റ് വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയാം, വീണ്ടും പോയിട്ട് കണ്ട് മമ്മൂക്കയാണോ അത് പറഞ്ഞത്, അപ്പോഴാട്ടോ കണ്ടത്. നമ്മൾ അതുവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ആ ഒരു സംഭവം. എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ചില്ല കേട്ടോ. അതായത് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ആൾ പോയി. ആ സമയത്ത് ഈ കമന്റ് കണ്ടപ്പോൾ ഞാൻ എന്ത് പൊട്ടന്മാരാ ഇവര്, സിദ്ദീഖിന്റെ ഡയലോഗ് കേട്ടാൽ പോലും മനസ്സിലാവില്ലേ. ഇതിന്റെ ഇടയ്ക്ക് വേറെ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരും പറയുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് അതിനുശേഷം സിദ്ദീഖ് തന്നെ വരുമ്പോ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് സിദ്ദീഖ് തന്നെയാണ് അത് എന്റും കൊണ്ടേക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ വേറെ ആളെ കുറിച്ച് നമ്മൾ അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് റിയാക്ഷൻ ആണ് എന്നുള്ളത് വ്യക്തമായില്ല. അതുകൊണ്ട് ഇപ്പൊ അവര് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവര് മനഃപൂർവ്വം അഭിനയിച്ചാണ്. ഒരിക്കലും അല്ല, അറിഞ്ഞിട്ടില്ല, അതാണ് സത്യം. കമന്റ് കണ്ടപ്പോ ഞെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മെസ്സേജ് വരല് തുടങ്ങി. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണോ മമ്മൂക്കേന്റെ ശബ്ദം? ഒരു ഐഡിയ കിട്ടാത്തോണ്ട് തന്നെ കേട്ടോ. ഓക്കെ, എന്തായാലും മമ്മൂട്ടി ശബ്ദം കൊണ്ടാണെങ്കിലും ട്രെയിലറിൽ ഉണ്ടായിരുന്നു. തിരിച്ചറിയാതെ പോയി. അപ്പം വില്ലൻ എന്ന് പറഞ്ഞ സാധനം മാറ്റി വെക്കേണ്ടി വരും. വില്ലൻ തന്നെ അല്ല, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലറിൽ ഇല്ലെങ്കിൽ അത് കാണുമ്പോ കാണിക്കുന്നത് അത് പറയാൻ പറ്റൂല. മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ടോ എന്ന് സൗണ്ട് അല്ലേ? കൊള്ളാം. ഇതല്ലേ ഇന്നലെ പറ്റിയത്. ആ സൗണ്ട് നമ്മളാരും മൈൻഡ് ചെയ്തില്ല, അതാ പറ്റിയത്. ഓക്കെ, എന്തായാലും ഞാൻ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, മമ്മൂട്ടിയാണ് ഇതിൽ വില്ലൻ. പക്ഷെ ഈ വില്ലൻ എങ്ങനെ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണേനും. ആർക്ക് വില്ലനാകുന്നു? നിയമത്തിന് വില്ലനാകുന്നവരുണ്ടാവും. തെറ്റ് ചെയ്യുന്ന എല്ലാവരും നിയമത്തിന് വില്ലന്മാരാണ്. ആ രീതിയിലുള്ള വില്ലൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ മനസ്സിൽ. പക്ഷെ പല കഥാപാത്രങ്ങൾക്കും പലരും പല രീതിയിലായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അതുമല്ല, ഈ ഒരു ട്രെയിലറിൽ തന്നെ അതിനകത്ത് ഇപ്പം മമ്മൂക്ക തന്നെയാണ് വില്ലൻ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമൊന്നുമില്ല. പല ആൾക്കാരെയും കാണുമ്പോൾ വില്ലന്മാരായിട്ട് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ട്രെയിലർ കാണുമ്പോൾ ലാസ്റ്റ്, അതായത് സിദ്ദീഖിൻ്റെ ഡയലോഗ് പറയുന്നത് ഇതാണ്, അതായത് നമ്മുടെ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു ഡെവിൾസ് ആൾട്ടർനേറ്റീവ് വന്നാലോ എന്നുള്ള രീതിയിലാണ്. ഒരു ചെകുത്താൻ്റെ ബദൽ. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവരെന്തോ ഒന്നിൽ പെട്ട് കിടക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് ആദ്യം തുടക്കം മുതലേ ട്രെയിലറിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ തോന്നുന്നത് ജയറാമും സിദ്ദീഖും ഒരുമിച്ച് പോകുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്, നമ്മളൊക്കെ ഒരുപോലെയുള്ള ആൾക്കാരാണ്, അതായത് ചത്ത് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ എന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ, ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്നവരെ ഇല്ലാതാക്കി കഴിഞ്ഞാലേ നമുക്ക് ശാപമോക്ഷമാണല്ലോ. അതെ, അങ്ങനെ വിചാരിക്കാം. അതെ, എന്തായാലും അതിനു വേണ്ടിയിട്ട് വരുന്നൊരു ചെകുത്താന്റെ ബദലായിട്ടാണ് മമ്മൂക്കേന്റെ ആ ഡയലോഗോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നത്. അതെ, അത് മമ്മൂക്കേന്റെ വരവ് കൊണ്ട് തന്നെയായിരിക്കും ഇവർക്കൊരു ശാപമോഷം കിട്ടുന്നത്. അതെ, അത് എങ്ങനെ വേണമെങ്കിലും ശാപമോഷം എങ്ങനെയും കരുതാം. അതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വില്ലനല്ല എന്നും പറയാൻ പറ്റില്ല, എന്നാൽ നായകനാണെന്നും പറയാൻ പറ്റില്ല. എന്തായാലും നായകനല്ലല്ലോ, ജയറാമാണല്ലോ നായകൻ. ചിലരൊക്കെ കമന്റ് ഇട്ടുണ്ട് ജയറാം ഇതിൽ വില്ലനായിട്ട് വരും ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേ. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ, അതായത് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ തെറ്റുകാരനായിട്ട് വരുന്നത് ജയറാം. ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും എല്ലാം ചെയ്ത് ആൾ കണ്ടെത്തും. പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ തെറ്റിൻ്റെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ജയറാം കുറച്ചുകൂടെ വില്ലനായിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് പലരുടെയും പല ചിന്ത. പല ആൾക്കാർ വേറെ ആൾക്കാർ പറയുന്നുണ്ട്, അതായത് മമ്മൂക്കേന്റെ ക്യാരക്ടർ ജയറാമിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അങ്ങനെയൊക്കെ പല ഇതിലും വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ പിന്നെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിൽ എല്ലാവരുടെയും പാസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അതില് മമ്മൂക്കേന്റെ ഉണ്ടാവും, ജയറാമിന്റെ ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. കാരണം കുറച്ച് ഭാഗങ്ങളാണെങ്കിൽ പോലും ഇതിനകത്ത് പഴയ കാലഘട്ടം കുറെ കാണിക്കുന്നുണ്ട്. അതെ, ഈ അനശ്വരന്റെ ക്യാരക്ടറൊക്കെ വരുന്നതൊക്കെ ശരിക്കും പഴയ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ സീനുകൾ വരും. അതായത് 3 സുഹൃത്തുക്കളെ കാണിക്കുന്നുണ്ട് പഴയ ലുക്കിൽ. ഈ ഹെയർ സ്റ്റൈലൊക്കെ പഴയ ഒരു ടൈപ്പിലാണ്. ഗപ്പി. അതെ. പിന്നെ വണ്ടിയൊക്കെ കണ്ടാൽ നമുക്കറിയാം. പിന്നെ എന്താ കോസ്റ്റ്യൂം കണ്ടാൽ അറിയാം.
അപ്പോൾ അത് പാസ്റ്റ് ആണ് എന്നുള്ളത് വ്യക്തമാണ്. നന്നായിട്ട് തന്നെ നമുക്ക് ഈ ട്രെയിലർ കണക്ട് ആവുന്നുണ്ട്. അതായത് എന്തായാലും ഇതിനകത്ത് ഒരു മറ്റേ എന്താ പറയുക പാസ്റ്റിലേക്ക് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സിനിമ എന്നുള്ളത്. ഡയലോഗിൽ പോലും ഉണ്ട്. അതായത് സിദ്ദീഖ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ജയറാമിനെ കുറിച്ച്, പുറകിലേക്ക് പോവാൻ. അതായത് ഓസ്ലർ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് പോകണം അല്ലെങ്കിൽ അത് വിശ്വസിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭൂതകാലം എല്ലാവരുടെയും അത്യാവശ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവര് ട്രെയിലറിലും ഭയങ്കര ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഭൂതകാലം കാണിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് നേരെ പോകുന്നത് മറ്റു മൂന്ന് പേരുടെ ഭൂതകാലത്തിലേക്കാണ്. അതായത് ഈ ഭൂതകാലം കാണിക്കുന്നത് മൊത്തം ഒരു ഹോസ്പിറ്റല്, അവിടെയുള്ള കുറേ സ്റ്റുഡൻസ്, അതായത് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അതിൽ അനശ്വര വരും, പിന്നെ 3 സുഹൃത്തുക്കൾ വേറെ വരുന്നുണ്ട്. അവർ വില്ലന്മാരായിട്ടുള്ള ഒരു ടച്ച് കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരാളെ കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. ആളുടെ ലുക്ക് ജഗദീഷിന്റെ ചെറുപ്പകാലത്തിന്റെ ലുക്കാണ്. കാസ്റ്റിംഗിൽ ഒരുപോലെ കൊണ്ടുവന്നുള്ള പ്രശ്നമാണത്. അതെ, ഒരേപോലെ ആണെന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള പ്രശ്നമാണ്. ഇതിപ്പോ അതിൽ നിന്ന് നമുക്കത് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ജഗദീഷിന്റെ ചെറുപ്പമായിട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പോൾ വില്ലനുക്കും വില്ലനായിട്ട് മെയിൻ വില്ലനായിട്ട് ജഗദീഷിനെ കൊണ്ടുവരാം എന്നുള്ളത് തോന്നുന്നു. അതെ, ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തോന്നിയത് കേട്ടോ. പിന്നെ അത് ട്രെയിലറിൽ ഇവര് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തേക്കുന്ന ട്രിക്ക് തന്നെ. നമുക്കറിയാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാം ചെയ്യാൻ പോകുന്ന പോലീസ് ക്യാരക്ടറാണ്. എന്നിട്ട് ഈ ഭൂതകാലത്തിലേക്ക് പോകുന്ന പറയുമ്പോ നേരെ കൊണ്ടുപോകുന്ന ഡോക്ടേഴ്സിന്റെ ഇതിലേക്ക്. അപ്പൊ ജയറാം ഡോക്ടറാണോ? അതുകൊണ്ട് പോലീസും ഡോക്ടറും ആവുന്ന അവസ്ഥ ഉണ്ട്. അതായത് പോലീസ് സർജനൊക്കെ ആവാം. പിന്നെ അപ്പൊ ആ രീതിയിലാണോ എന്നൊക്കെ തോന്നി. പിന്നെ ആൾക്ക് യൂണിഫോം ഇല്ല. അതാണ്, അതുമല്ല യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു സംഭവം പോലും നമ്മളെ കാണിക്കുന്നില്ല ജയറാമിന്റെ. അപ്പൊ ഓട്ടോമാറ്റിക് ഇത് കാണുന്ന ആൾക്കാർക്ക് ഡൗട്ട് തോന്നും, ഇനി ഡോക്ടറായിട്ടാണോ വരുന്നത്? പോലീസ് എന്ന് പറഞ്ഞെങ്കിലും ഇത് ഡോക്ടറിന്റെ ഇത് ഭൂതകാലം കാണിക്കുമ്പോൾ ഡോക്ടറാണോ എന്നൊക്കെ വിചാരിച്ചു പോകും. എന്തായാലും പാസ്റ്റിലെന്തോ ഒരു സംഭവം നടക്കുന്നു. അനശ്വരയോടുള്ളൊരു പ്രണയം, അതായത് അതിൽ ഈ ഒരു ക്യാരക്ടർ ഇത് മമ്മൂക്കയുടെ ചെറുപ്പകാലമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം ഹെയർ സ്റ്റൈല്, അതായത് മമ്മൂക്കയുടെ ഒരു ലീക്കഡ് ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹെയർ സ്റ്റൈലും ഈ ആളുടെ ഹെയർ സ്റ്റൈലും ഏതാണ്ട് ഒരുപോലെയാണ്. പിന്നെ ഓരോരുത്തർ കൊല്ലപ്പെടുന്നതായിട്ട് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഇടയിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ വീണ് പോകുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ വീണ് പോകുന്നു. അതായത് ഒരാൾ വന്ന് കൊന്നിട്ട് ആ ബോഡി കിട്ടുന്ന അല്ല, ഇത് കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ വീണു. അതെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിട്ടോ ആ കൊലപാതക രീതി. അപ്പോൾ അതെന്തോ സംഭവമുണ്ട്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെയായിരിക്കും അത്. കൊലപാതക രീതി എപ്പോഴും ഈ ത്രില്ലർ സിനിമകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും. അത് ഇതിനകത്ത് അത് സെപ്പറേറ്റ് എടുത്ത് തന്നെ പറയുന്നുണ്ട്. അതായത് പെട്ടെന്നുള്ള രക്തസ്രാവം കൊണ്ടാണ് മരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഈ പഴയ കാലത്തിലേക്ക് പോകുന്നതിനകത്ത് പിന്നെയും കണക്ട് ചെയ്യാനുണ്ട്. അതായത് ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാൾക്കല്ലാണ്ട് അറിയുന്ന ആൾക്കല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ കൊലപാതകം നടത്താൻ പറ്റില്ല. അപ്പോഴും കണക്ട് ചെയ്യുന്നത് ഡോക്ടറിലേക്കായിരിക്കും. അതെ, അപ്പോൾ ഈ പ്രണയം, അനശ്വരയോടുള്ള പ്രണയം നമുക്ക് അവിടെ ഒന്ന് കണക്ട് ചെയ്യാം. കാരണം ഈ ഒരു ഷോട്ടിൽ ബാക്കിയുള്ളവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആളുടെ മുഖത്തുള്ളത് പ്രണയമാണ്. അപ്പോൾ അനശ്വരയുടെ മുഖത്തും ആ ചിരിയിലുള്ളത് പ്രണയമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ തമ്മിലുള്ള പ്രണയം, അപ്പോൾ ആൾക്കുള്ള റിവഞ്ച് ആവാം മേ ബി. അത് അനശ്വരയ്ക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. അതെ, അതിന്റെ റിവഞ്ച് തന്നെയാണെന്നാണ് തോന്നുന്നത് സിനിമയിലേക്ക് വരുന്നത്. അത് ഈ 3 പേരോടും അതും ഡോക്ടേഴ്സിനോടാണ് എന്നുള്ളത് തോന്നുന്നത് അല്ലേ? അതാണ് ഒന്നാമത് ഇവർ ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു മെഡിക്കൽ ത്രില്ലർ ആണെന്നുള്ളത് പറയാനുള്ള കാരണം തന്നെ. അതായത് ഇതുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്താണെങ്കിലും ഫുള്ളായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും ഇതൊരു സൈക്കോ കില്ലർ അല്ല ഇതിലുള്ളത്, ഇതൊരു റിവഞ്ച് സ്റ്റോറിയാണ്, പ്രതികാര കഥയാണ്. അല്ലാതെ ഒരു സൈക്കോ കില്ലർ കൊലപാതകത്തിനോട് പ്രത്യേക താല്പര്യം തോന്നി കൊലപാതകങ്ങൾ നടത്തുന്നു അതൊന്നല്ല. അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇതിനകത്ത് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വില്ലനായിട്ട്, അതായത് ആ PPE കിറ്റ് ഇട്ട് വരുന്ന ഒരു സീനിൽ ഒരാൾ വരുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ആ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് പോകുന്നത് അത് ശരിക്കും ഈ കൊലപാതകം നടത്തുന്ന ആൾ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതാണെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണല്ലോ കാണിച്ചിരിക്കുന്നത്. അതെ, ആ ഒരു ടൈമിങ്ങിന് വെച്ചിട്ടാണ് ഇതൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ ബോഡി കാണുമ്പോൾ അത് മമ്മൂട്ടിയായിട്ട് തോന്നുന്നില്ല. ശരീരം കാണുമ്പോഴോ അല്ലെങ്കിൽ കൈ കൊണ്ട് ആ ഒരു കൈയിന്റെ ഭാഗം കാണുമ്പോൾ അതൊന്നും മമ്മൂക്കായിട്ട് തോന്നുന്നില്ല. ഇതിനകത്ത് ഇപ്പൊ എത്ര വില്ലന്മാരുണ്ടെന്ന് പോലും പറഞ്ഞൂടാ. സത്യമായിട്ട് എല്ലാരും വില്ലന്മാരാണോ എന്നൊരു സംശയമുണ്ട്, ഒരു ഡൗട്ട് ഉണ്ട്. ഇത് ആരൊക്കെ എങ്ങനെ, ഇതിനകത്ത് ഏറ്റവും ക്രൂരനായിട്ടൊരു വില്ലൻ ഉണ്ടാവും, പക്ഷെ അതല്ലാണ്ട് വില്ലനിസം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഈ പ്രതികാരം ചെയ്യുന്നവർ ഇന്ന ടീമിനോട് ഒരു പ്രതികാരം ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് വില്ലന്മാരാണ്. പിന്നെ ഈ ചെയ്യുന്നവർ
ഇവരൊക്കെ കൊല്ലുകയാണല്ലോ. അപ്പോൾ അത് എന്താ ഈ അന്വേഷിക്കുന്ന ആൾക്ക് ഇവർ വില്ലന്മാരാണ്. കാരണം കണ്ടെത്തേണ്ടത് അവരെയാണ്. ഇനി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആളും ഈ അന്വേഷിക്കുന്ന ആള് ഇനി വില്ലനാണോ എന്നുള്ളതാണ്. അത് അറിഞ്ഞൂടാ കേട്ടോ. എന്താണെങ്കിലും ആകെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ട്രെയിലർ തന്നെയായിരുന്നു കേട്ടോ. നല്ല ട്രെയിലറാണ്. ട്രെയിലർ ഒരു രക്ഷയില്ല, ഗംഭീര ട്രെയിലറാണ്. ഇനി ബാക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.